നമസ്കാരം. പ്രധാന വാർത്തകൾ. രാജ്യത്ത് പുതിയ GST നിരക്ക് പ്രാബല്യത്തിൽ. സാധാരണക്കാർക്ക് വലിയ ആശ്വാസം. നിത്യോപയോഗ സാധനങ്ങൾക്കും വില കുറയും. പലസ്തീനെ സ്വതന്ത്ര രാജ്യമായി അംഗീകരിച്ച് UK-യും കാനഡയും ഓസ്ട്രേലിയയും. അയ്യപ്പ സംഗമം ലോകപ്രശസ്ത വിജയം. ഒഴിഞ്ഞ കസേരകളുടെ ദൃശ്യങ്ങൾ AI. MV ഗോവിന്ദൻ. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. പുതുക്കിയ GST നിരക്കുകൾ പ്രാബല്യത്തിൽ. ഇന്നു മുതൽ GSTയിൽ 5-18% നിരക്കുകൾ മാത്രമാണ് നിലവിൽ ഉണ്ടാവുക. 2016 നിലവിൽ വന്ന GST ഉടമസ്ഥതയിൽ നടന്ന ഏറ്റവും വലിയ പരിഷ്കരണമാണ് ഇത്. നികുതി നിരക്കിലെ പരിഷ്കരണം രാജ്യം വളർച്ചയുടെ മറ്റൊരു ഘട്ടത്തിലേക്ക് കടക്കുകയാണെന്നും ഞായറാഴ്ച രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഇന്നു മുതൽ പുതിയ പരിഷ്കരണ പ്രകാരം 5%-ന്റെയും 18%-ന്റെയും പ്രധാന 2 GST സ്ലാബുകളിൽ മാത്രമാണ് മൂന്നാമതൊരു സ്ലാബ് ഉള്ളത് 40%-ന്റേത്. അത് പുകയില ഉൽപ്പന്നങ്ങളും പാനും പോലുള്ളവയ്ക്ക്. 5, 12, 18, 2 എന്നിങ്ങനെയായിരുന്നു മുന്നേ ഉണ്ടായ നികുതി സ്ലാബുകൾ. നേരത്തെ 12%-വും 28%-വും നികുതി ചുമത്തിയിരുന്ന ഇനങ്ങളെല്ലാം 5, 18 സ്ലാബിന് കീഴിൽ വരും. വ്യക്തിഗത ആരോഗ്യ ലൈഫ് ഇൻഷുറൻസ് പ്രീമിയത്തിന് ബാധകമായ 18% നികുതി ഒഴിവാക്കണമെന്ന ദീർഘകാല ആവശ്യം അംഗീകരിച്ചതാണ് ഏറ്റവും പ്രധാനം. അതിനാൽ ലൈഫ്, ആരോഗ്യ, ജനറൽ ഇൻഷുറൻസ് പോളിസികൾ, 33 ജീവൻ സുരക്ഷാ മരുന്നുകൾ എന്നിവ GST ഒഴിവാക്കി. ജനങ്ങൾക്ക് ആശ്വാസം പകരുക എന്നതിനപ്പുറം ജീവിതം ലളിതമാക്കാനും തർക്കങ്ങൾ ഒഴിവാക്കിയും ജനങ്ങളുടെ പർച്ചേസ് പവർ കൂട്ടിയും ആഭ്യന്തര സമ്പദ് വളർച്ച ശക്തമാക്കുക എന്ന ലക്ഷ്യങ്ങളോടെയാണ് GST 2.0 പരിഷ്കാരം. ഇസ്രായേലും പലസ്തീനും തമ്മിലുള്ള സമാധാന സന്ധി സ്ഥാപിക്കാൻ ദ്വിരാഷ്ട്ര പരിഹാരത്തിലൂടെ ശ്രമിക്കുന്നതായി ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കിയർ സ്റ്റാമർ. പലസ്തീനെ ഔദ്യോഗിക സ്വതന്ത്ര രാജ്യമായി അംഗീകരിക്കുന്നതിന്റെ പ്രസ്താവന സ്റ്റാമർ തന്റെ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവിട്ടു. മിഡിൽ ഈസ്റ്റിൽ വർദ്ധിച്ചു വരുന്ന ഭീകരതയെ മറികടക്കാൻ സമാധാനത്തിന്റെ വഴിയും ദ്വിരാഷ്ട്ര പരിഹാരത്തിന്റെ സാധ്യതയും നിലനിർത്തുന്നതാണ് നമ്മുടെ ലക്ഷ്യം. ഒരു സുരക്ഷിതവും പരിരക്ഷവുമായ ഇസ്രായേലിനും അതോടൊപ്പം തന്നെ ഒരു പ്രായോഗികമായ പലസ്തീൻ രാഷ്ട്രവും നമുക്ക് വേണം. അതിനുവേണ്ടിയാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇവിടെ രണ്ടും ലഭ്യമല്ല. അതിനാൽ സമാധാനത്തിന്റെയും ദ്വിരാഷ്ട്ര പരിഹാരത്തിന്റെയും പ്രതീക്ഷയെ പുനരുജ്ജീവിപ്പിക്കാൻ ബ്രിട്ടൻ പലസ്തീൻ സംസ്ഥാനത്തെ ഔദ്യോഗികമായി അംഗീകരിക്കുന്നു, സ്റ്റാമർ പറഞ്ഞു. ദ്വിരാഷ്ട്ര പരിഹാരം ഹമാസിന്റെ പ്രതിഫലമല്ല. അവർക്ക് ഭാവിയില്ല. സർക്കാർ സംവിധാനത്തിന് അവരുടെ പങ്കുണ്ടാകുകയില്ല. പലസ്തീന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ അവർ പങ്കാളിയാകുകയില്ല, സ്റ്റാമർ കൂട്ടിച്ചേർത്തു. ആഗോള അയ്യപ്പ സംഗമം ലോക വിജയമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. 3000 പേർ പങ്കെടുക്കേണ്ട പരിപാടി 4600 പേർ പങ്കെടുക്കുകയും ഒഴിഞ്ഞ കസേരകളുടെ ദൃശ്യങ്ങൾ AI ആണെന്ന് MV ഗോവിന്ദൻ പറഞ്ഞു. മറിച്ചുള്ളത് കള്ളപ്രചാരണം. ശബരിമലയിലെ വികസന പദ്ധതികളുമായി ബന്ധപ്പെട്ട് കൃത്യമായി തീരുമാനങ്ങളിൽ എത്തിയില്ലെങ്കിലും ആഗോള അയ്യപ്പ സംഗമം രാഷ്ട്രീയ വിജയമാക്കാൻ സർക്കാരിന് കഴിഞ്ഞു. ഒരേ വേദിയിൽ SNDP യോഗത്തെയും NSSനെയും അണിനിരത്താനായത് നേട്ടമായി കാണുന്നു. കൂടുതൽ ഭേദഗതികൾ നേരത്തെ തയ്യാറാക്കിയ ശബരിമല മാസ്റ്റർ പ്ലാനിൽ വരുത്താനുണ്ടായില്ല. മറ്റൊന്ന്, ആൾക്കൂട്ട നിയന്ത്രണത്തിന് നിർമ്മിത ബുദ്ധി ഉപയോഗിക്കണമെന്നാണ്. ഇതെല്ലാം മുന്നോട്ട് കൊണ്ടുപോകാൻ 18-അംഗ സമിതി രൂപീകരിച്ച് സംഘം പിരിഞ്ഞു. പദ്ധതികൾ ഏറ്റെടുക്കാൻ ചിലർ മുന്നോട്ട് വന്നിട്ടുണ്ടെന്നും അവരുടെ പേര് ഇപ്പോൾ വെളിപ്പെടുത്താനാവില്ലെന്നും മന്ത്രി പറഞ്ഞു.